ആരുമില്ല നീയൊഴികെ ചാരുവാനോരാ വാരിലൻ പ്രിയ. ആരുമില്ല നീയൊഴികെ ചാരുവാനോരാ വാരിലൻ പ്രിയ. നീറി നീറി ഖേദങ്ങൾ മൂലം എരിയുന്നു മാനസം. നീറി നീറി ഖേദങ്ങൾ മൂലം എരിയുന്നു മാനസം. നിന്തിരുമാറിൽ ചാരുമ്പോഴല്ലാതാശ്വസിക്കുമോ ആശ്വസിക്കുമോ. ആരുമില്ല നീയൊഴികെ ചാരുവാനോരാ വാരിലൻ പ്രിയ. പ്രിയരെന്നു കരുതുന്ന സഹചരെന്നാലും പ്രിയലേശമില്ലാതെയാകും. പ്രിയരെന്നു കരുതുന്ന സഹചരെന്നാലും പ്രിയലേശമില്ലാതെയാകും. പ്രിയനെ നിൻ സ്നേഹം കുറയാതെ നീയകം തുടരുന്ന മഞ്ഞിൽ. ആരുമില്ല നീയൊഴികെ ചാരുവാനോരാ വാരിലൻ പ്രിയ. ആരുമില്ല നീയൊഴികെ ചാരുവാനോരാ വാരിലൻ പ്രിയ. യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ യേശു പറഞ്ഞ ഒരു വാക്കാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. പക്ഷപാതക്കാരനോട് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റ് എന്ന് ഇവിടെ വായിക്കുന്നുണ്ട്. വളരെ വിചിത്രമായ ഒരു സംഭവമാണ് ഇവിടെ കാണുന്നത്. അതായത് ബെഥസ്ദ കുളക്കരയിൽ 38 വർഷം കൊണ്ട് കിടക്കുന്ന ഒരു മനുഷ്യൻ, വെള്ളം ദൂതം വന്ന് കലക്കുമ്പോൾ ആരിറങ്ങുമോ അവർക്ക് സൗഖ്യം പ്രാപിച്ച് അവർ മടങ്ങിപ്പോകാറുള്ളൂ. എന്നാൽ ഈ മനുഷ്യനെ ആ വെള്ളത്തിൽ ഇറക്കുവാൻ തക്കണം ആരുമില്ലാതെ വണ്ണം അവിടെ തന്നെ കിടക്കുന്ന കിടപ്പിൽ തന്നെ അവിടെ കിടക്കുകയാണ്. 1-2 വർഷമല്ല, 38 വർഷം. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഈ 38 വർഷമായിട്ടും ആരും അവനോട് ചെന്ന് ചോദിച്ചില്ല നിനക്ക് സൗഖ്യമാവാൻ മനസ്സുണ്ടോ. ഇവനെ ആരും സഹായിപ്പാനില്ല എന്ന് മനസ്സിലാക്കി യേശു അവൻ്റെ സമീപേ ചെന്ന് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് നമ്മളിവിടെ വായിക്കുന്നത്. യേശു ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ ആരും ഇല്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ്റെ വായിൽ നിന്ന് എന്ത് വരുമോ അത് അറിയുവാൻ തക്കമാണ് യേശു ചോദിച്ചത്. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ സൗഖ്യമാവാൻ മനസ്സുണ്ട് എന്ന് പറയുന്നതിന് പകരം അവൻ ചില വിശദീകരണങ്ങളാണ് കൊടുക്കുന്നത്. എനിക്ക് മുമ്പായി ആരെങ്കിലും ഇറങ്ങുന്നു, അവർ സൗഖ്യമാകുന്നു എന്ന് പറയാം. യേശു വിചാരിച്ചു ഇവനെ ആ കുളത്തിൽ ഇറക്കേണ്ട കാര്യമൊന്നുമില്ല. നേരത്തെ യേശു കണ്ണിൽ ചേറ് പുരട്ടിയിട്ട് ശീലവും കുളത്തിൽ പോയി കഴുകുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് ഈ മനുഷ്യനെ കർത്താവ് കടത്തിവിടുന്നില്ല. ആരുടെയും സഹായം ഇല്ലാതെ അവനെ യേശു സൗഖ്യമാക്കുവാൻ തക്കണം അടുത്ത് ചെല്ലുന്ന ആ സംഭവം നമുക്ക് ആവേശം പകരുന്നതായിരിക്കട്ടെ.
നിന്നെ സഹായിപ്പാനോ നിൻ്റെ രോഗത്തിൽ നിന്നെ സംരക്ഷിപ്പാനോ അല്ലെങ്കിൽ ഒരു സഹായഹസ്തം നീട്ടുവാനോ ഒന്നും സാധ്യമല്ലാതെ ഇരിക്കുന്ന നേരത്ത് അത് മനസ്സിലാക്കി യേശു അടുത്ത് വന്നിട്ട് അങ്ങനെ ഒരു സൗഖ്യമല്ല യേശു അവന് കൊടുക്കുവാൻ തക്കണം ആഗ്രഹിച്ചത്. അവനെ എല്ലാവരും കുളത്തിലിറങ്ങി, ദൂതൻ വെള്ളം കലക്കുമ്പോൾ കുളത്തിലിറങ്ങി സൗഖ്യം പ്രാപിച്ച് മടങ്ങി പോകുമ്പോൾ ഇവനെ കുളത്തിലിറക്കാതെ തന്നെ യേശു അവനോട് പറഞ്ഞു, നിൻ്റെ കിടക്കെടുത്ത് നടക്കാമെന്ന്. നോക്കണേ, നമ്മുടെ ജീവിതത്തിൽ അനേക പ്രതിസന്ധികളും പ്രയാസങ്ങളും കഷ്ടങ്ങളും രോഗങ്ങളും ഒക്കെ കടന്നു വരാറുണ്ട്. ഒരു പരിധി വരെ മനുഷ്യർ നമ്മളോടൊക്കെ സഹതാപവും അല്ലെ അനുകമ്പയൊക്കെ കാണിക്കാറുണ്ട്. എന്നാൽ അതിനപ്പുറത്ത് അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ മനുഷ്യൻ്റെ ജീവിതത്തിലെ അവസ്ഥ ഇത് തന്നെയായിരുന്നു. അവന് ആരും സഹായിപ്പാൻ ഇല്ല. വരുന്നവർ സൗഖ്യമാവുന്നു പോകുന്നു എന്നല്ലാതെ കൂടെ കൊണ്ടുവരുന്നവർ പോലും അവനോട് ചോദിക്കാറില്ല, നിനക്ക് സൗഖ്യമാവാൻ, നിന്നെ ഞങ്ങളൊന്ന് സഹായിക്കട്ടെ എന്ന് പോലും പറയുന്നില്ല. അവൻ പറയാൻ എനിക്ക് ആരുമില്ല. നമ്മുടെ ജീവിതത്തിൽ ആരുമില്ലാത്ത ഒരനുഭവത്തിലേക്ക്, ആരും സഹായിപ്പാൻ തക്കണം, ആരും സഹായഹസ്തം നീട്ടുവാൻ സാധിക്കാത്ത ഒരനുഭവത്തിലേക്ക് വരുന്ന നിമിഷത്തിൽ ഭയപ്പെടേണ്ട. യേശു നിൻ്റെ സമീപേ വന്ന് നിൻ്റെ ആവശ്യം എന്തെന്ന് ചോദിച്ച് അതിന് മറുപടി തന്ന് ദൈവം നിന്നെ സ്വസ്ഥമായിട്ട് മടക്കി അയക്കും. അതിന് യാതൊരു സംശയമില്ല. ആകയാൽ പ്രിയ ശ്രോതാക്കളെ, എനിക്ക് പറയാനുള്ളത് ഇതാണ്. നിങ്ങൾക്ക് ആരുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും അല്ല, യേശു നിൻ്റെ സമീപേ വന്നു നിന്ന് നിൻ്റെ ആവശ്യം എന്തെന്ന് ചോദിക്കുമ്പോൾ ഉപാധികൾ പറഞ്ഞ് മാറാതെ എനിക്ക് എൻ്റെ ആവശ്യം എന്തെന്ന് കർത്താവിനോട് പറയുമ്പോൾ തക്ക സമയത്ത് ദൈവം വിടുതൽ തന്ന് അല്ലെങ്കിൽ ആവശ്യങ്ങൾ നിവർത്തിച്ച് പറഞ്ഞു വിടുവാൻ തക്കണം. സർവശക്തനായ ദൈവം വിശ്വസ്തനാണ്, അവൻ ശക്തനാണ് എന്ന് അറിയുവാൻ തക്കണം. ഈ ചെറിയ ചിന്ത നിങ്ങൾക്ക് ഏവർക്കും ഇടയാകട്ടെ. അതിന് ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ സഹായിപ്പാൻ, ആവശ്യങ്ങൾ മുഖത്ത് നിനക്ക് സഹായഹസ്തം നീട്ടാനില്ലെങ്കിൽ യേശു സമീപം വന്ന് നിങ്ങളുടെ ആവശ്യം എന്തെന്ന് തിരിച്ചറിഞ്ഞ് അതിന് പരിഹാരം തന്ന് നിങ്ങളെ സന്തോഷത്തോടെ മടക്കി അയക്കും. അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവമായ കർത്താവ് ഈ ചെറിയ ചിന്തയാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.